ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ളോഗ്. FTA വ്ളോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എടുക്കുന്നത്. അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് +1 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. 5 മാർക്ക് 6 മാർക്കോളം ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. അപ്പം ചോദ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉത്തരം നൽകിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ക്ലാസ് കാണുക, അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ആറ്റമാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായ പാർട്ടിക്കിൾ എന്ന് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രവചിച്ചിരുന്നത്. അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഗ്രീക്ക് ഫിലോസോഫേഴ്സും അതുപോലെ പല ആൾക്കാരൊക്കെ പല സയൻറ്റിസ്റ്റുകളൊക്കെ അടിസ്ഥാനപരമായിട്ട് ആദ്യം കണ്ടെത്തിയത് ആറ്റം ആണ്, മാറ്ററിൻ്റെ അടിസ്ഥാനപരമായ പാർട്ടിക്കിൾ എന്നുള്ളത്. അത് അറ്റോമിയോ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. അറ്റോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിസിബിൾ, അൺകട്ടബിൾ എന്ന രീതിയിലുള്ള അർത്ഥമാണ്. അതായത് ഇതിനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആറ്റത്തിന് നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ തിയറി ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ്. ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആ തിയറി മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. ആറ്റംസ് ഓഫ് സെയിം എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻ്റ് ആർ ഡിഫറെൻറ്റ്. ആറ്റം കമ്പൈൻസ് ടു ഫോം കോമ്പൗണ്ട്സ്. ആറ്റംസ് കനോട്ട് ബി ഫർദർ ഡിവിസിബിൾ. ഇതൊക്കെയാണ് ആറ്റത്തിൻ്റെ കുറിച്ച് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലൂടെ അദ്ദേഹം പ്രതിപാദിച്ചിരുന്നത്. എന്നാൽ ഈ ആറ്റത്തിനെ വീണ്ടും ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആറ്റത്തിൽ നിന്നും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സബാറ്റോമിക് പാർട്ടിക്കിളായ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പരാജയപ്പെടാൻ കാരണമായി. അപ്പോൾ ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയുടെ ഡിസ്കവറിയെക്കുറിച്ചും ഇതിൻ്റെ ചാർജിനെക്കുറിച്ചും ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും അടങ്ങിയ ആറ്റത്തിൻ്റെ വ്യത്യസ്ത മോഡലുകളെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ആർ ദ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഓഫ് ആറ്റം? അപ്പോൾ ആൻസർ നിങ്ങൾ പറയാം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. നമുക്കറിയാം പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിനകത്തുള്ളത്. എന്നാൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്ത് വ്യത്യസ്ത ഊർജ്ജ നിലകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൗ ഇലക്ട്രോൺ ഈസ് ഡിസ്കവേർഡ്. എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇലക്ട്രോളിസിസ് നടത്തിയ കാര്യം. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ലിക്വിഡിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞ് അവിടെ കെമിക്കൽ വിയോജനം അല്ലെങ്കിൽ കെമിക്കൽ ഡീകമ്പോസിഷൻ നടത്താമെന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയ സയൻറ്റിസ്റ്റാണ് ഫാരഡേ. ഫാരഡേയുടെ ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ലിക്വിഡിലൂടെ മാത്രമല്ല ഗ്യാസിലൂടെയും കറണ്ട് കടത്തി വിടാമോ എന്നുള്ള കാര്യം മൈക്കൽ ഫാരഡേ, അതുപോലെ ഗീസ്ലർ, പ്ലക്കർ, അതുപോലെ ക്രൂക്സ് തുടങ്ങിയ സയൻറ്റിസ്റ്റുകളൊക്കെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗീസ്ലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് കാഥോഡ് റേ എന്ന് പറയുന്ന ട്യൂബ് കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയതിന് ശേഷം അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ പരീക്ഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൈക്കൽ ഫാരഡേ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അതുപോലെ ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ ഡിസ്ചാർജ് ട്യൂബിലൂടെ ഇലക്ട്രിക് റേഡിയേഷൻ കടത്തി വിട്ടുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ അതിൽ ആ ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇലക്ട്രോൺ പിന്നീട് കണ്ടെത്താൻ കാരണമായത്.
Electron is discovered by discharge tube experiment. What is discharge tube? A discharge tube is an elongated glass tube. ഇതാ ഇവിടെ കാണുന്ന പോലെ ഒരു elongated glass tube ആണ്. At the end of the glass tube there are two electrodes. One is connected to positive plate of the battery and other is connected to negative plate of the battery. രണ്ട് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഒരു നീളത്തിലുള്ള ഒരു ഗ്ലാസ് ട്യൂബായ ഡിസ്ചാർജ് ട്യൂബിൻ്റെ രണ്ട് എൻഡിൽ രണ്ട് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ആണ്, ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. ആ മെറ്റൽ പ്ലേറ്റിൽ ഒന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് പോളുമായിട്ടും മറ്റത് ബാറ്ററിയുടെ നെഗറ്റീവ് പോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള പ്രഷർ, ഗ്യാസിൻ്റെ പ്രഷർ വാക്വത്തിലേക്ക് കൊണ്ടുവന്നിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാക്വം പമ്പ് അവിടെയുണ്ട്. അതുപോലെ ഡിസ്ചാർജ് ട്യൂബിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ട്യൂബിൻ്റെ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും പിറകിൽ ഫോസ്ഫോറസെൻ്റ് ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഓഫ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. അതായത് there is an elongated glass tube. At the end of the glass tube there are two electrodes. One is connected to positive part of the battery and other is connected to negative part of the battery to apply high voltage. And to regulate pressure there is a vacuum pump. And in the discharge tube there is a zinc sulfide coating. Okay, so what is the experiment there? Apply high voltage and low pressure. That is the condition. High voltage low pressure ആണ് ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഡിസ്ചാർജസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഘടകം. അതുകൊണ്ട് തന്നെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഹൈ വോൾട്ടേജ് കൊടുക്കുന്നു. അതുപോലെ വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തുള്ള ഗ്യാസിനെയൊക്കെ വലിച്ചു മാറ്റിയിട്ട് അവിടെ പ്രഷർ കുറച്ചു കൊണ്ടുവരുന്നു. ഈ കണ്ടീഷനിൽ there is discharge is occurring within the discharge tube and there is some rays are moving from cathode to anode. ഇതിനകത്ത് ഈ സമയത്ത് ഡിസ്ചാർജ് സംഭവിക്കുകയും ആ ഡിസ്ചാർജ് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നിട്ട് ആ കറണ്ട് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് മൂവ് ചെയ്യുന്നതായിട്ട് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഈ കാഥോഡിൽ നിന്ന് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയും അതിനൊന്നും കൂടി വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ട് ആനോഡിൽ ചെറിയ ഹോൾസ് ഉണ്ടാവുകയും ആനോഡിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ആനോഡിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു വലിയ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ചില റേഡിയേഷൻസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാഥോഡിൽ നിന്ന് പുറപ്പെടുകയും അത് ആനോഡിലൂടെ ഹോൾസിലൂടെ കടന്നു പോയിക്കൊണ്ട് അവിടെയുള്ള ആ ഒരു ഫോസ്ഫോറസെൻ്റ് ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത ആ ഒരു പ്രതലത്തിലേക്ക് വന്നിടിക്കുമ്പോൾ അവിടെ സിൻഡിലേഷൻസ്, അവിടെ ഫ്ലൂറസെൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫ്ലൂറസെൻസ് ഉണ്ടാകുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? ചില റേഡിയേഷൻസ് അവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റേഡിയേഷൻസ് ഒക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് വിസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതുപോലെ നിങ്ങൾ മനസ്സിലാക്കി കാഥോഡ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാഥോഡ് റേ എന്ന് പറയുന്നത്? കാഥോഡിൽ നിന്നുമാണ് ആ റേഡിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആനോഡിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നത്. ഓക്കെ, ഈ ഒരു കാഥോഡ് റേ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ കാഥോഡ് റേക്ക് നെഗറ്റീവ്ലി ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് ചാർജുള്ള ഈ കാഥോഡ് റേക്ക് സ്റ്റോണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് പേരിട്ടു? ഇലക്ട്രോൺ എന്ന പേര് കൊടുത്തു. അപ്പോൾ ഈ റേഡിയേഷൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഈ കാണുന്ന പോലെ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ആ ആനോഡിലെ ഹോളിലൂടെ നേരെ കടന്നു പോയിട്ട് ആ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുന്നത് കാണുന്നത് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അഭാവത്തിൽ അതിന് യാതൊരു ഡിഫ്ലക്ഷനും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ വീഡിയോയിൽ കാണുന്നത് പോലെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഭാഗത്തേക്ക് ഈ കടന്നു പോകുന്ന റേഡിയേഷൻ ബെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതാ കാണുന്നുണ്ട് ഇല്ലേ? അതുപോലെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴും മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ സൈഡിലേക്ക് ആ ബീം ബെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ അതിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അസാന്നിധ്യത്തിലാണെങ്കിൽ ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാം, ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ്. അത് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂറസെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാഥോഡ് റേ ഇൻഡിപെൻഡൻറ്റ് ഓഫ് നാച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് വ്യത്യസ്ത ഗ്യാസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനകത്തുള്ള ഇലക്ട്രോഡ് ഉണ്ടാക്കിയ മെറ്റീരിയൽ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല, കാഥോഡ് റേയുടെ പ്രോപ്പർട്ടിയിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റു ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് സ്മോൾ പാഡിൽ വീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആയിട്ട് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. 1, ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. 2, ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ്. 3, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദേ ഡു നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ. 4, in the presence of electric field they deflect towards the positive plate of the battery. 5, properties of cathode rays do not depends upon nature of the gas and material of the electrode used. ഈ 5 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് കാഥോഡ് റേസിന് ഉള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് how we can determine mass and charge of electron. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തുന്നത് മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ്. മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ പഠിക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ചാർജ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1.6 × 10⁻⁻19 കൂളമ്പാണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പ് ആയതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ എന്ന് നമ്മൾ എഴുതിയിട്ട് സാധാരണ റെപ്രസെൻ്റ് ചെയ്യും. ഇ = -1.6 × 10⁻⁻19 കൂളമ്പ്. പഠിച്ചോ? യെസ്. മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആവശ്യമൊന്നുമില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ചാർജ് എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തി. ഓക്കെ, യെസ്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ ടു മാസ്, ചാർജ് ടു മാസ് റേഷ്യോ ആദ്യം കണ്ടെത്തും. അപ്പോൾ E/m കണ്ടെത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ E/m ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ആണ് പറയാൻ പോകുന്നത്. J.J. തോംസൺ തന്നെയാണ് ചാർജ് ടു മാസ് റേഷ്യോവും കണ്ടെത്തുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഡിസ്ചാർജ് ട്യൂബിൻ്റെ പ്രത്യേകത, ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഒരു എൻഡ്, അതായത് ആനോഡിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ ഒരു വലിയൊരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ട് ലോ പ്രഷർ കൊടുക്കുമ്പോൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് എന്തുണ്ടാവും, ഡിസ്ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആനോഡിലൂടെ ഹോളിലൂടെ കടന്നു പോകുന്ന ആ ഡിസ്ചാർജ് ഒരു സ്ലിറ്റിലൂടെ ചെറിയൊരു ഹോളുള്ള ഒരു സ്ലിറ്റ്, എല്ലാ റേഡിയേഷൻസ് കടന്നു പോകാതെ അത് തടഞ്ഞുകൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ചെറിയൊരു ഹോൾ വെക്കുകയാണെങ്കിൽ ആ ഹോളിലൂടെ മാത്രമേ റേഡിയേഷൻ പിന്നെ ബാക്കി ഭാഗത്തേക്ക് കടന്നു പോകുള്ളൂ. അപ്പോൾ ആ സ്ലിറ്റിലൂടെ കടന്നു പോകുമ്പോൾ അത് ബി എന്ന് പറയുന്നൊരു പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. സാധാരണ ഡിസ്ചാർജ് കാഥോഡ് എക്സ്പെരിമെൻ്റ് ആകുമ്പോൾ കാഥോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഡിസ്ചാർജ് ബിയിലാണ് സ്ട്രൈക്ക് ചെയ്യുക. ഇനി ഈ കാഥോഡ് റേക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ കാഥോഡ് റേ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, യെസ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രോൺ പോകുന്ന ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനും എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്ലൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ഈച്ച് അതർ ആൻഡ് ആൾസോ ടു ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ കാഥോഡ് റേ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പോവാണ്. അത് എന്നിട്ട് സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് റേ എന്ന് പറയുന്ന റേസ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുമ്പോൾ
ഇതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അതായത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂസ് അതിൻ്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡിഫ്ലക്ഷൻ ആ സെൻട്രൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എയിലേക്ക് പോകുന്നതും സിയിലേക്ക് പോകുന്നതും കുറച്ച് കുറച്ച് കൊണ്ടുവരും. അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതിനെ രണ്ടും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? സെയിം ബിയിൽ തന്നെ എന്ത് ചെയ്യും? സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങും. ഈ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഒടുവിലായിട്ട് ചാർജ് ടു മാസ് റേഷ്യോ എന്താണെന്ന് കണ്ടെത്തുകയാണ്. ആ ഒരു ഡെറിവേഷൻ എങ്ങനെയാണ് കിട്ടിയതെന്നുള്ള കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ഫിസിക്സിലാണ് പഠിക്കുക, നമുക്കിവിടെ ആവശ്യമില്ല. ഈ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും E/m കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആണ് 1.758 × 10⁻11 കൂളംബ് പെർ കിലോഗ്രാം. നിങ്ങൾക്കറിയാം ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്, അതുപോലെ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. E/m ആണ് കണ്ടെത്തുന്നത്. E/m ചാർജ് ടു മാസ്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് കൂളംബ് പെർ കിലോഗ്രാം ആണ്. 1.758 × 10⁻11 കൂളംബ് പെർ കിലോഗ്രാം ആണ് എന്തിൻ്റെ യൂണിറ്റ്? E/mൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ നമ്മൾ പഠിച്ചു 1.758 × 10⁻11 കൂളംബ് പെർ കിലോഗ്രാം. നമ്മൾ നേരത്തെ ചാർജ് ഓഫ് ഇലക്ട്രോൺ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെ പഠിച്ചു. എത്രയാ? 1.6 × 10⁻19 കൂളംബ്. ഇനി നമ്മൾ മാസ് ഓഫ് ഇലക്ട്രോൺ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ കണ്ടെത്തുകയാണ്. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9.1 × 10⁻31 കിലോഗ്രാം എന്ന് മാസ് കിട്ടും. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 കിലോഗ്രാം. ഇതപ്പോൾ നമ്മൾ ഈ ചാർട്ടിനകത്ത് എന്താ കൊടുത്തിട്ടുണ്ട്? ഇലക്ട്രോണിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിൻ്റെ E/m കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിൻ്റെ എമ്മും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾ കണ്ടെത്തുകയാണ് J.J. തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അതിൻ്റെ ചാർജും മാസും ഒക്കെ നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഓക്കെ, യെസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രോട്ടോണിൻ്റെ ഡിസ്കവറിയാണ്. എങ്ങനെയാണ് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത്? ഇതേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പ്രോട്ടോൺ കണ്ടെത്തുന്നത്. ഗോൾഡ്സ്റ്റീൻ ഈ കാഥോഡിന് പകരം പെർഫറേറ്റഡ് കാഥോഡ് ഉപയോഗിച്ചു. എന്താ പെർഫറേറ്റഡ് കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സുഷിരങ്ങളുള്ള കാഥോഡ്. കാഥോഡിൽ കുറേ ഹോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോൾസ് ഉണ്ടായിരുന്ന കാഥോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് നടന്നപ്പോൾ ഈ ഹോളിലൂടെ ചില റേസ് കടന്നു വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ റേസ് എവിടെ നിന്നാണ് വരുന്നത് നോക്കിയപ്പോൾ ആനോഡിൽ നിന്ന് വരികയാണ്. അതായത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കാഥോഡ് റേസ് പോകുന്നത് പോലെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കും ചില റേസുകൾ കടന്നു വരുന്നു. അത് ഈ പറയുന്ന ഹോളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പോയി ഇടിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ബാക്ക് സൈഡിൽ കാഥോഡിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഫോസ്ഫോറസൻ്റായ ഫ്ലൂറസൻ്റായ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആനോഡിൽ നിന്നും ചില റേഡിയേഷൻ ഈ പറയുന്ന ഹോളിലൂടെ കനാലിലൂടെ സുഷിരങ്ങളിലൂടെ കടന്നുകൊണ്ട് കാഥോഡിലെ സുഷിരങ്ങളിലൂടെ കടന്നുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടെത്തു. അതുകൊണ്ട് ഇതിനെന്ത് വിളിച്ചു? ആനോഡ് റേ എന്ന് വിളിച്ചു. ഈ ആനോഡ് റേയുടെ ചാർജ് എന്താണെന്ന് നോക്കിയപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാവുകയും അതിന് പ്രോട്ടോൺ എന്ന പേര് വിളിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഗോൾഡ്സ്റ്റീൻ കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ബൈ യൂസിങ് പെർഫറേറ്റഡ് കാഥോഡ് എന്നാണ് നിങ്ങൾ മെയിനായിട്ട് ഇവിടെ പഠിച്ചു വെക്കേണ്ട പോയിന്റ്. ഗോൾഡ്സ്റ്റീൻ കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ബൈ യൂസിങ് പെർഫറേറ്റഡ് കാഥോഡ്. ഇപ്പോൾ സാധാരണ ഡിസ്ചാർജ് ട്യൂബിൽ ഒരു കാഥോഡും ആനോഡും വെക്കുന്ന പോലെ തന്നെ ഇവിടെ കാഥോഡും ആനോഡും വെച്ചു. പക്ഷേ ഈ കാഥോഡിനകത്ത് കുറേ സുഷിരങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ സുഷിരത്തിലൂടെ ആനോഡിൽ നിന്ന് ചില റേഡിയേഷൻ ഇങ്ങനെ കടന്നു പോയി വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ സുഷിരത്തിലൂടെ കനാലിലൂടെ കടന്നു വരുന്നതുകൊണ്ടാണ് അതിനെ കനാൽ റേസ് എന്ന് വിളിച്ചത്. അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് അതിന് പ്രോട്ടോൺ എന്ന പേര് വിളിച്ചത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ ഡിസ്കവറി ഓഫ് പ്രോട്ടോണും കൂടി പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? E/m ഓഫ് പ്രോട്ടോണും E ഓഫ് പ്രോട്ടോണും, അതായത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് പ്രോട്ടോണും അതുപോലെ ചാർജ് ഓഫ് പ്രോട്ടോണും. ഓക്കെ, പിന്നെ മാസ് ഓഫ് പ്രോട്ടോണും. നമ്മൾ ഇതുപോലെ ഇവിടെ E/m ഓഫ് പ്രോട്ടോൺ കണ്ടെത്തുന്ന ഭാഗം നിങ്ങളുടെ സിലബസിൽ പഠിക്കുന്നില്ല. അതിൻ്റെ വാല്യൂസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ.
അപ്പോൾ എന്താണ് ഈക്വലന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1.6 × 10⁻⁻⁹ കൂളംബ്. ചാർജ് ഓപ്പോസിറ്റിൽ ചാർജ് എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് ചാർജ് ആണെങ്കിൽ ഇതിന് പ്ലസ് ചാർജ്. അപ്പോൾ പ്ലസ് 1.6 × 10⁻⁻⁹ കൂളംബ് എന്നുള്ളതാണ് പ്രോട്ടോണിൻ്റെ ചാർജ്. ഓക്കെ, ഇനി മാസ് ഓഫ് പ്രോട്ടോൺ എന്നാൽ എന്ത്? ഇനി മാസ് ഓഫ് പ്രോട്ടോൺ ആണ് പറയേണ്ടത്. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ മാസിൻ്റെ വാല്യൂ 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ്. എന്താണ് പ്രോട്ടോണിൻ്റെ മാസ്? 1.672 × 10⁻⁻27 കിലോഗ്രാം. അപ്പം നമ്മൾ ചാർജ് ഓഫ് പ്രോട്ടോൺ പ്ലസ് 1.6 × 10⁻⁻⁹ കൂളം, മാസ് ഓഫ് പ്രോട്ടോൺ 1.672 × 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ കണത്തിൻ്റെ ഡിസ്കവറിയിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ഡിസ്കവറിയിലേക്ക് പോവുകയാണ്. അതാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ ഡിസ്കവർ ചെയ്യുന്നത് ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ജെയിംസ് ചാഡ്വിക്ക് ബോംബാർഡഡ് ബെർലിയം വിത്ത് ആൽഫ പാർട്ടിക്കിൾ. ബെർലിയം എന്ന് പറയുന്ന ന്യൂക്ലിയസിനെ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഇടിച്ചപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്ന ന്യൂട്രൽ ചാർജുള്ള പ്രോട്ടോണിനേക്കാൾ കുറച്ചുകൂടി മാസ് കൂടിയ ഒരു റേഡിയേഷൻ പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ബെർലിയം വിത്ത് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ബെർലിയത്തിൻ്റെ ആൽഫ പാർട്ടിൽ ഇരിക്കുന്ന ഇക്വേഷൻ ഒന്ന് നോക്കുക. 4Be9 + 2He4 gives 6C12 + 0N1. അതിൽ റിയാക്റ്റൻസ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 6 ആണ് കിട്ടുക. പ്രൊഡക്ട്സ് അതുപോലെ മാസ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 13 ആണ് കിട്ടുക. പ്രൊഡക്റ്റ് സൈഡിൽ കാർബണിന് 6 ആകുമ്പോൾ അവിടെ ബാക്കിയൊന്നുമില്ല പ്രോട്ടോൺ, അപ്പോൾ 0 എന്ന് കൊടുത്തു. മാസ് നമ്പർ 1 ബാക്കിയുണ്ട്, അപ്പോൾ 1 എന്ന് കൊടുത്തു. അപ്പോൾ 0 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ അതുപോലെ മാസ് നമ്പർ 1 എന്നുള്ള ആ ഒരു അതിസൂക്ഷ്മമായ കണം 0N1 എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതാണ് ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോണിൻ്റെ ചാർജ് നോക്കിയപ്പോൾ പോസിറ്റീവ് ചാർജും അല്ല നെഗറ്റീവ് ചാർജും അല്ല, ന്യൂട്രൽ ചാർജാണ്. ഓക്കെ, മാത്രമല്ല അതിൻ്റെ മാസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പ്രോട്ടോണിൻ്റെ മാസിനേക്കാളും കുറച്ച് കൂടുതലാണ്. 1.672 ആണ് അതെങ്കിൽ ഇത് 1.674 ആണ്. 1.6745 × 10⁻⁻27 കിലോഗ്രാം is the mass of neutron and the charge of neutron is 0. ഓക്കെ, അപ്പം നമ്മൾ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തു, അതിൻ്റെ മാസ് പറഞ്ഞു, അതിൻ്റെ ചാർജ് പറഞ്ഞു. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തു, അതിൻ്റെ മാസ് പറഞ്ഞു, അതിൻ്റെ ചാർജ് പറഞ്ഞു. ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തു, അതിൻ്റെ മാസ് പറഞ്ഞു, അതിൻ്റെ ചാർജും പറഞ്ഞു. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ അതൊന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇതായി ചാർട്ടിൽ കാണുന്ന പോലെ നമുക്കൊന്ന് കാണാം. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡിഫറൻറ്റ് സ്റ്റഡീസാണ്. അതായത് മോഡൽ ഓഫ് ആറ്റമാണ്. ആദ്യ കാലഘട്ടത്തിൽ ഈ ന്യൂട്രോണൊന്നും ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മോഡൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തിട്ട് അടുത്ത മോഡൽ വന്നു, അല്ലേ? അങ്ങനെ ഇന്ന് കാണപ്പെടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മോഡലിലേക്ക് എത്തുന്നവരെയുള്ള മോഡൽ ഓഫ് ആറ്റത്തെക്കുറിച്ചും മറ്റു കുറച്ച് കാര്യങ്ങളുമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായും ഈ എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ക്ലാസ് എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ നൽകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.